ഹായ്, JPR ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലക്കാട് നഗരസഭയിൽ നടക്കുന്ന ഒരു പ്രതിഷേധമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മറ്റുള്ള പാർട്ടികൾ BJPക്കെതിരായി നടത്തുന്ന പ്രതിഷേധമാണിത്. നഗരസഭയിൽ ചെയർപേഴ്സൺ ഇവരുടെ ചോദ്യങ്ങൾക്ക് ഒന്നും ഉത്തരം നൽകാതെ ഓടിക്കളഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് ഈ വീഡിയോ ഒന്ന് കേൾക്കാം. BJP പോലെ ഒളിച്ചോടുകയാണ് ചെയ്തിട്ടുള്ളത്. ചെയർപേഴ്സൺ ഒരു അജണ്ട പോലും വായിക്കാൻ നിൽക്കാണ്ട് പാസ് പറഞ്ഞിട്ട് ഒളിച്ചോടുകയാണ്. നിയമപരമായ ഒരു കാര്യം ചെയ്യാത്തതുകൊണ്ടാണ് ഒളിച്ചോടിപ്പോയത്. പാസ് പറഞ്ഞിട്ട് ഈ പാസിന് ഞങ്ങൾ വിയോജിപ്പ് കൊടുക്കുകയും ചെയ്യോ, സർക്കാരിൽ നിന്ന് ഇത് അനുമതി ഇല്ലാതാക്കുകയും ചെയ്യും. സർക്കാരാണ് ഇതിന് അനുമതി കൊടുക്കേണ്ടത്. അത് ഇല്ലാതാക്കുകയും ചെയ്യും. ഞങ്ങൾ ശക്തമായ പ്രതിഷേധം നടപ്പിലാക്കും. എന്നെ ഓടിവിട്ടു. വീരുവിനെ പോലെ ഒളിച്ചോടാണ് ചെയ്തിട്ടുള്ളത് ചെയർപേഴ്സൺ. അതിന് ഏകപക്ഷീയമായിട്ടുള്ള മാർഗം സ്വീകരിച്ചിട്ടില്ലേ? നമ്മൾ ശക്തമായിട്ട് ഇവന്മാരുടെ നേതാവിനെ മിണ്ടാട്ടമില്ല, പിന്നെ ഇവർക്ക് മിണ്ടാട്ടം ഉണ്ടാവുമോ? ബെസ്റ്റ്. ഇവർ ചോദിക്കുന്നത് സത്യമല്ലേ? പാലക്കാട് നഗരസഭ ഭരിക്കുന്ന BJP ചെയർപേഴ്സൺ ഇവർക്ക് പാലക്കാടിലെ മറ്റുള്ള പാർട്ടികൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ട ഇവർക്ക് ബാധ്യതയില്ലേ? എന്തുകൊണ്ട് ഇവർ കൊടുക്കുന്നില്ല? കാരണം ഇവരുടെ കയ്യിൽ 100% ന്യായമില്ല. ഇവർ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. അനീതികൾ മാത്രമാണ് ഇവർ ചെയ്യുന്നത്. സ്വന്തം വയർ വീർപ്പിക്കലല്ലാതെ ഇവന്മാർ ഒരു പണിയും ചെയ്യുന്നില്ല. പാലക്കാട് നഗരസഭ വികസനം എന്നത് നടക്കുന്നതേയില്ല. ഇവർ പറയുന്ന കാര്യങ്ങൾ അതിനുള്ള ഉത്തരം കൊടുക്കാൻ പാലക്കാട് നഗരസഭ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇവർക്കതിന് ഉത്തരം കൊടുക്കാൻ ബാധ്യതയുണ്ട്. പിന്നെ എന്തിനാണ് ഇവർ ഓടി ഒഴിക്കുന്നത്? ഗുണ്ടകളെ പോലെ കുറച്ചൊരു ആൾക്കാരെ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിനകത്തേക്ക് കയറ്റിയിരുത്തിക്കൊണ്ട് ഇവർ വീരവാദം മുഴക്കുകയാണ്. പക്ഷേ ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം കൊടുത്തേ പറ്റൂ. ഇവരുടെ ചോദ്യം ന്യായമാണെങ്കിൽ ഉത്തരം കൊടുക്കണം. കാരണം ഇവർക്ക് ഉത്തരം കൊടുക്കാൻ ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. വെറും ഹിന്മയുടെ മേലെ ഒരു കൂട്ടം ആളുകൾ കയറിയിരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP പാർട്ടി എന്ന് ഇവർ ആരോപിക്കുന്നു. നമുക്ക് ഇതിന് കമന്റ്സ് ഒക്കെ ശ്രദ്ധിക്കാം. ഇതിലെ കമന്റ് രസകരമാണ് കേട്ടോ. നോക്കൂ, ലാൽ സലാം സഖാവെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവൻ ചാൻസലർ, അവൻ പറഞ്ഞിരിക്കുന്നത് അവസാനം ജാതി കൊണ്ടുള്ള കളിയാണ് BJP. ഒന്നും കിട്ടിയില്ലെങ്കിൽ അവസാനത്തെ അടവ് ഞാൻ എടുക്കും. അതാണ് ജാതി എന്ന അടവ്. അതെടുത്തുകൊണ്ട് ഞാൻ പയറ്റും. പിന്നെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാണ് BJPയുടെ അവകാശവാദം എന്നാണ് ലാൽ സലാം സഖാവെ എന്നൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരുത്തൻ കമന്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത കമന്റ് നമുക്ക് നോക്കാം. MG നായർ, പാലക്കാട് നിന്നാണ് MG നായർ. ഇയാൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മയിലിന്റെ പേര് ഇവിടെ വേണ്ട. അതിന്റെ പേര് RSS സ്ഥാപകൻ ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേര് ഇവിടെ വേണ്ട. ഒരു നായരിൽ നിന്നും വന്നിട്ടുള്ള ഈ വാക്കുകൾ വളരെ പ്രസക്തമാണ്. നായന്മാർ ഒരിക്കലും ഇത് പറയില്ല. ഇങ്ങനെ പറഞ്ഞ നായറിന് ഒരു ബിഗ് സല്യൂട്ട്. ഇനി അടുത്ത കമന്റ് നോക്കാം. ഷമീർ കണ്ണൂർ എന്നൊരാൾ പറഞ്ഞിരിക്കുന്നത് ഷൂ നക്കികളുടെ സമരമാർഗമായി രാജ്യത്തെ കാണരുത് എന്ന്. അത് നല്ലൊരു കമന്റാണ്. ഫാൻറ്റം പൈലി ഫേക്ക് ഗ്രൂപ്പർ തോന്നുന്നുണ്ട്. നോക്കാം, അയാൾ പറഞ്ഞു നോക്കാം. ബീരുവിനെ പോലെയല്ല, ബീരിക്കളാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോൾ ഇതുപോലെ ഒളിച്ചോടി ഒളിവിൽ നിന്ന് പിന്നെ ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തിട്ടാണ് പുറത്തിറങ്ങിയത്. അതാണ് അവരുടെ പാരമ്പര്യം. ഇതേ തുടർന്ന് കൊണ്ടേയിരിക്കുന്നത്. അടുത്ത് നോക്കാം. സെലി പെരിമുടിയാർ, ഇവരേക്ക് ജയിപ്പിച്ച് വിടുന്നവരെ വേണം പറയാൻ. കഷ്ടം, ഈ പോക്ക് എങ്ങോട്ട്? ഇതിന്റെ റെസ്പോൺസ് എന്താണെന്ന് കമന്റിലും അറിയിക്കണം.